ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുവാണോ? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുവല്ല, താള് തീയിൽ വെക്കുക. അതിന് ആദ്യമേ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ വറുത്തെടുക്കണം, നന്നായിട്ട് മൂത്ത്. അപ്പോൾ അത് മൂത്ത് വറുത്ത് വെച്ചിട്ട് താളരിഞ്ഞോണ്ട് വരുമ്പോഴേക്കും ഇത് അരയ്ക്കാൻ ആറുമല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ തേങ്ങ വറുത്ത് വെക്കുവാണേ. കുറച്ച് സവാള, മുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ താളും പച്ചപ്പയറും കൂടെയാണേ, ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തട്ടിപ്പറ്റി വെക്കണം, വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ താളും പയറും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ പൊടിഞ്ഞ് വെക്കുന്നു. അതിലേക്ക് നമ്മൾ ഇച്ചിരി വാളംപുളി ഒഴിക്കണേ. ഒരുപാട് ഒഴിക്കണ്ട, എൻ്റെ പുളിക്ക് നല്ല പഴകിയ പുളി ആയതുകൊണ്ട് നല്ല കറുപ്പ് കളറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നമ്മൾ അരച്ച് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്ത അരപ്പ് ഇട്ട് കൊടുക്കും. നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ കറി വയ്യ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉള്ളി മുളകൊക്കെ കൂടെ ചാടിച്ചുള്ളി ഇടാം. നമ്മുടെ താളുകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം, നല്ല സൂപ്പർ കറിയാണേ. നമ്മുടെ ഈ ചിക്കൻ കറിയൊക്കെ കൂട്ടി വയറൊക്കെ ബുദ്ധിമുട്ടായി ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, അടിപൊളിയാണ്.